ശബരിമല മണികണ്ഠസ്വാമി ആയുധ പരിശീലനം നടത്തിയ ഒരു കളരി ആലപ്പുഴ ജില്ലയിൽ മുഹമ്മയിലുണ്ട്. ചീരപ്പഞ്ചിറ കളരി. അയ്യപ്പൻ കളരി അഭ്യസിച്ചിരുന്ന ഈ തറവാട്ടിൽ അയ്യപ്പൻ ഉപയോഗിച്ചിരുന്ന വാളും അരപ്പട്ടയും ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. ഗുരുവിന് തൻ്റെ അന്ത്യകാലത്ത് വത്സല ശിഷ്യന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ശിഷ്യൻ തന്നെ എത്തിച്ചു കൊടുത്ത മരത്തടിയിൽ പണിത നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് ചീരപ്പഞ്ചിറ തറവാട്ടിലെ മുക്കാൽവട്ടം ക്ഷേത്രം. അയ്യപ്പ ചൈതന്യത്തിൻ്റെ മുക്കാൽ ഭാഗവും ഈ ക്ഷേത്രത്തിലെ ചൈതന്യത്തിന് ഉള്ളതുകൊണ്ടാണ് മുക്കാൽവട്ടം ക്ഷേത്രം എന്ന് പേര് വന്നതത്രേ. എണ്ണൂറ്റി വർഷങ്ങൾക്ക് മുമ്പ് പന്തളം കൊട്ടാരം ഭരിച്ചിരുന്ന രാജശേഖര തമ്പുരാന് പമ്പാ നദിക്കരയിൽ നിന്നും ലഭിച്ച പുത്രനായിരുന്നു മണികണ്ഠൻ. ബാല്യത്തിലെ അഭ്യാസമുറകളിൽ അതീവ താല്പര്യമുണ്ടായിരുന്ന മണികണ്ഠനെ പൂഴിക്കടകൻ വിദ്യ അഭ്യസിപ്പിക്കുന്നതിനാണ് ചീരപ്പഞ്ചിറയിലേക്ക് രാജാവ് അയച്ചത്. യുദ്ധത്തിൽ ആയുധം നഷ്ടപ്പെട്ട് വീണ യോദ്ധാവിനെ യുദ്ധമര്യാദ ലംഘിച്ച് വധിക്കാൻ മുതിരുന്ന എതിരാളിയുടെ കണ്ണിലേക്ക് ഇടം കൈയിലെ പരിച കൊണ്ട് മണ്ണ് കോരിയെറിഞ്ഞ് യുദ്ധം ജയിക്കുന്ന രീതിയാണ് പൂഴിക്കടകൻ. കടത്തനാടൻ തലമുറയിൽപ്പെട്ട ചീരപ്പഞ്ചിറ ഗുരുക്കൾ ഈ വിദ്യ തറവാട്ടിലെ അടുത്ത അവകാശികൾക്ക് മാത്രം പകർന്നു കൊടുത്തു പോന്ന 18ാമത്തെ അടവായിരുന്നു. ആയുധാഭ്യാസത്തിലെ മികവും അചഞ്ചലമായ ഗുരുഭക്തിയും കണ്ട് തൃപ്തനായ ഗുരുക്കൾ മണികണ്ഠസ്വാമിക്ക് ഈ വിദ്യ പകർന്നു കൊടുക്കുകയായിരുന്നു. അയ്യപ്പൻ ശബരിമല ശാസ്താ ചൈതന്യത്തിൽ വിലയം പ്രാപിച്ചതിനെ തുടർന്ന് എല്ലാ വർഷവും ഗുരുക്കൾ ശബരിമല ദർശനം നടത്തിയിരുന്നു. എന്നാൽ അന്ത്യകാലത്ത് ശബരിമല ദർശനം നടത്താൻ കഴിയാതെ വന്നതിനാൽ അദ്ദേഹം വളരെ വിഷമിച്ചു. അടക്കാനാവാത്ത ആ ദുഃഖം അനുഭവിച്ചു കണ്ണീർ വാർത്തുറങ്ങിയ ഒരു രാത്രിയിൽ മണികണ്ഠസ്വാമി സ്വപ്നത്തിൽ വന്ന് അദ്ദേഹത്തിന് ദർശനം നൽകി. താൻ സദാസമയം ഇവിടെയുണ്ടല്ലോ, എന്നിട്ടും അങ്ങ് തൃപ്തനല്ലെങ്കിൽ ഒരു ക്ഷേത്രം പണിതാൽ താൻ അവിടെ സദാ ഉണ്ടാകുമെന്നുമൊക്കെ പറഞ്ഞ് ഗുരുവിനെ സമാധാനിപ്പിച്ചു. ക്ഷേത്രം പണിയുവാനുള്ള സാധന സാമഗ്രികൾ താൻ തന്നെ എത്തിച്ചു തരാമെന്ന് ഉറപ്പു നൽകിയാണ് ആ സ്വപ്ന ദർശനം അവസാനിച്ചത്. അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ പ്രഭാതത്തിൽ വേമ്പനാട് കായലിലൂടെ ഒഴുകിയെത്തിയ ഒരു തടി ചീരപ്പഞ്ചിറ വഴി ഒഴുകുന്ന ഈ കനാലിലെത്തി. ആ തടി ഉപയോഗിച്ചാണ് ഈ ക്ഷേത്രം പണിതത്. ആയുധാഭ്യാസം പഠിക്കുവാനെത്തിയ മണികണ്ഠസ്വാമിയെ പ്രാഥമിക പാഠങ്ങൾ പരിശീലിപ്പിച്ചത് ഗുരുവിൻ്റെ മകൾ പൂങ്കൊടിയായിരുന്നു. മണികണ്ഠനുമായുള്ള ഈ ചങ്ങാത്തം അവളിൽ അയ്യപ്പനോട് പ്രണയമുണ്ടാകാൻ കാരണമായി. എന്നാൽ നിത്യബ്രഹ്മചാരിയായ മണികണ്ഠസ്വാമി അവളുടെ പ്രണയാഭ്യർത്ഥന സ്നേഹപൂർവ്വം നിരസിച്ചു. പന്തളത്തേക്ക് മടങ്ങുന്നതിന് മുന്നേ തൻ്റെ ഉടവാള് മരക്കച്ചയും ഗുരുക്കൾക്ക് സമർപ്പിച്ചു. അവ ഇന്നും ചീരപ്പഞ്ചിറ തറവാട്ടിൽ സൂക്ഷിക്കുന്നു. മടങ്ങുമ്പോൾ പൂങ്കൊടിയോട് തനിക്കായി ശബരിമലയിൽ ഒരു ക്ഷേത്രം പണിയുമെന്നും ഒരു നാൾ കന്യയ്യപ്പന്മാർ വരാതെയാകുമ്പോൾ അവളെ വിവാഹം കഴിച്ചു കൊള്ളാമെന്നും പറഞ്ഞിരുന്നു. മുക്കാൽവട്ട ക്ഷേത്രത്തിലും മാളികപ്പുറത്തമ്മ സങ്കല്പത്തിൽ ഒരു ആരാധനാലയം അയ്യപ്പ പ്രതിഷ്ഠയ്ക്ക് അഭിമുഖമായുണ്ട്. ക്ഷേത്രവും പൈതൃക സ്വത്തുക്കളും സംരക്ഷിച്ചു പോരുന്നത് ചീരപ്പഞ്ചിറ കുടുംബത്തിലെ ഇപ്പോഴത്തെ തലമുറയാണ്. കൃഷിയും ഗോശാലയുമൊക്കെ കൂടിയ ഈ പൈതൃക ഭൂമി ഏവർക്കും ആത്മീയ അനുഭൂതി നൽകി നിലകൊണ്ട് മുഹമ്മയെ വ്യത്യസ്തമാക്കുന്നു.